ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഉപയോഗം ഇല്ലാത്ത കുറേ നാളായിട്ട് എൻ്റെ കയ്യിൽ ഇരുന്നതാട്ടോ ഈ ഒരു സാരി. ഇതൊരു പട്ട് സാരിയാണ്. പക്ഷേ ഇത് പെട്ടെന്ന് കണ്ടാൽ പട്ട് സാരിയായിട്ട് തോന്നത്തില്ല കേട്ടോ. അതിൻ്റെ ഈ മുന്താണി ഇല്ലാത്ത ഭാഗം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തേക്കാണ്. ഞാൻ ക്ലാസ്സിൽ പോയിട്ട് പഠിച്ചൊരു നെക്കാണ്. അപ്പോൾ ആ നെക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു സാരി യൂസ് ചെയ്തത്. ലൈനിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇട്ടിട്ടില്ല. എനിക്ക് ആ നെക്ക് പഠിക്കണമായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് സത്യം പറഞ്ഞാൽ യൂസ് ചെയ്തത്. പിന്നെ നെക്കിൻ്റെ പേര് ഹോൾട്ടർ നെക്ക് എന്നാണ്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഞാൻ വീണ്ടും അപ്ലോഡ് ചെയ്തേക്കാം. വീണ്ടും മീൻസ് ഇത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ. കഴിഞ്ഞ ദിവസം ലൈവിൽ വന്നപ്പോഴത്തേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോൾട്ടർ നെക്കിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഇടണം എന്നുള്ളത്. അപ്പോൾ നെക്ക് ഇതാ ഇതുപോലെ വരും. അതായത് ഫ്രണ്ട് ദാണ്ട് ഇതുപോലെ വന്ന് ബാക്കിൽ ഇതുപോലെ കുറച്ച് കയറിയ കോളറാട്ടോ വരുന്നത്. അപ്പോൾ ആ നെക്ക് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തോ എനിക്കിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ അലങ്കാരപ്പണി ചെയ്യാനായിട്ട് കുറച്ച് നാളെ മുന്നേ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യായിരുന്നു ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പരീക്ഷണം ചെയ്തിട്ട്. ഇപ്പോൾ കുറേ ആയി അങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്ത് നോക്കാറേ ഉള്ളൂ. അപ്പോൾ ഇന്ന് വെറുതെ ഇങ്ങനെ ചെയ്ത് നോക്കിയതാട്ടോ. ഈ ഒരു ഗമ്മൊക്കെ ഞാൻ മുന്നേ മേടിച്ച് വെച്ചതാണ്. കുറച്ച് ബീഡ്സും കാര്യങ്ങളൊക്കെ മേടിച്ച സമയത്ത് മേടിച്ചതാണ് ഈ ഒരു ഗമ്മ്. പക്ഷേ നന്നായിട്ട് സ്റ്റിക്കായിട്ടിരിക്കും കേട്ടോ. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചാനലിൽ ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ അകത്തൊരു നല്ല ഡാർക്ക് ഗ്രീൻ കളറിൽ ഒരു ജോർജറ്റിൻ്റെ കുർത്ത ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ നെക്കിലും അതുപോലെ തന്നെ സ്ലീവ്സിലൊക്കെ വർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടുള്ളവർക്ക് ഓർമ്മ കാണുമായിരിക്കും. അപ്പോൾ ആ ഒരു ടോപ്പിൽ ഞാൻ ചെയ്താണ്ട് ഈ ഒരു ഗമ്മ് വെച്ചിട്ടാണ് ഞാൻ അതിൻ്റെ അകത്ത് ബീഡ്സൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഉണ്ടല്ലോ നല്ല പക്കയായിട്ടിരിക്കുക കേട്ടോ. അത് വാഷിംഗ് മെഷീനിലായിട്ടാണ് വാഷ് ചെയ്യാറുള്ളത്. പക്ഷേ ഇന്നേ വരെ അതൊന്നും ഇളകി പോയിട്ടില്ല. ഇപ്പം ഒരു വർഷത്തിന് മേലെ ആയിട്ടാണ് ഞാൻ ആ ഒരു വർക്ക് ചെയ്തിട്ട്. പക്ഷേ അത്യാവശ്യം നന്നായിട്ടിരിക്കുന്നു കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സംസാരിച്ച് വേറെ വിഷയങ്ങളിലേക്ക് പോകാന്നുള്ളത് എൻ്റെ ഇപ്പോൾ സ്ഥിര ശീലമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. അപ്പോൾ അതാണ് ഞാൻ ടോപ്പ് എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ നെക്കിലാണ് ഞാൻ വർക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ടോപ്പ് ഇതുപോലെ എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ നെക്ക് താണ്ട് ഈ ഒരു ഷേപ്പിലാട്ടോ കട്ട് ചെയ്തെടുത്തത്. സത്യം പറയാൻ ഇതിനൊരു മാച്ചും ഇല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എങ്കിലും കുറച്ച് ചെയ്ത് നോക്കിയാൽ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കേട്ടോ. അങ്ങനെ കുറച്ച് സീക്വൻസ് വെച്ചപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി നല്ല ബോറായിട്ടുണ്ട്. പിന്നെ അതെല്ലാം വലിച്ചു പറിച്ച് കളഞ്ഞു. പിന്നെ അതിന് വരച്ച് സ്ലീവിൽ വെക്കാമെന്ന് കുറച്ച് ഹാഫ് പേൾസ് ഇല്ലേ, അതായത് അങ്ങനെയാണെന്ന് തോന്നുന്നു അതിനെ പറയുന്നത്, അതായത് ബീഡ്സിൻ്റെ പകുതി. അപ്പോൾ അങ്ങനെ അത് കുറച്ച് ഞാൻ സ്ലീവിൽ കൊടുക്കുകയാണ്. വെറുതെ ഒരുപാട് കൊടുത്ത് ബോറാക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിന് മാച്ച് ആവുന്ന രീതിയിലുള്ള ബീഡ്സോ കാര്യങ്ങളോ ഒന്നും എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് അതൊന്നും വെക്കാഞ്ഞത്. പിന്നെ ഇതങ്ങനെ അധികം കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റുന്നതുമല്ല. കാരണം ലൈനിങ്ങോ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. പിന്നെ നല്ല തുണിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പുറത്തേക്കൊക്കെ ഇടയൊക്കെ ചെയ്യാമല്ലോ. പക്ഷേ ഇത് അങ്ങനെ ചെയ്തില്ല. നെക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ചെയ്തില്ലേ. അങ്ങനെ ഭംഗിക്കാണ് ഇങ്ങനത്തെ ഓരോ പരിപാടികളൊക്കെ ചെയ്ത് വെക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇൻസ്റ്റയിലൊക്കെ ഓരോ വീഡിയോസൊക്കെ കാണുമ്പോഴത്തേക്ക് ഞാൻ ആലോചിക്കാം ഇതുപോലെ ചെയ്ത് നോക്കണം. അങ്ങനെ എന്തുമാത്രം വീഡിയോസ് ആണെന്ന് ഞാൻ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കുറേ ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റീൽസ് ആണെങ്കിലും ഷോർട്സ് ആണെങ്കിലും ഒക്കെ കുറേ ഫോട്ടോസൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാറില്ല എന്നുള്ളതാണ് സത്യം. നല്ല ഒലി ഗ്രീൻ കളറുള്ള ഒരു സാരി ആയിരുന്നു കേട്ടോ. അതാണ് ഞാൻ കട്ട് ചെയ്ത് ഈ ഒരു കോലാക്കി മാറ്റിയിരിക്കുന്നത്. നല്ല രീതിയിൽ ഒരു തുണി മേടിച്ചിട്ട് ഇതേ സെയിം നെക്ക് എനിക്ക് ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാക്സിമം ഇതുവരെ പറഞ്ഞതൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് അംബ്രല്ല ടോപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അംബ്രല്ല ടോപ്പിൻ്റെ ഡീറ്റെയിൽഡ് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രിൽഡ് ഫ്രോക്കിൻ്റെ അഥവാ ഫ്രോക്ക് നൈറ്റി, കുറേ പേര് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നതാണല്ലോ ഫ്രോക്ക് നൈറ്റി, അതിൻ്റെ കട്ടിങ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ എ-ലൈൻ ടൈപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു സ്ലിറ്റർ ടോപ്പിൻ്റെ ഉണ്ട്. അതുപോലെ തന്നെ ഹോൾട്ടറിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ അതിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഏകദേശം തന്നെ ഇതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും ചെയ്ത് കൊടുത്തിട്ടും എനിക്കെന്തോ അങ്ങോട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു കുറച്ചെടുത്ത് നെക്കിലും കൂടി കൊടുക്കുന്നത്. പക്ഷേ നെക്കിൽ എങ്ങനെ വെക്കും എന്നുള്ളതായിരുന്നു ചിന്ത. സ്വീക്വൻസ് വെച്ചപ്പോഴത്തേക്ക് ഒരു വകയ്ക്ക് കൊള്ളത്തില്ലായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്താണ് ഈ സെയിം പേൾസ് തന്നെ യൂസ് ചെയ്താൽ ആ ഒരു ഭംഗി അങ്ങ് പോകുമെന്ന് വിചാരിച്ച് മൊത്തത്തിൽ വൃത്തികേടാണ്. പിന്നെ വിചാരിച്ച് എന്ത് ചെയ്യും എന്ന് ആലോചിച്ചപ്പോഴത്തേക്കാണ് കുറച്ച് മിറർ ഇരിപ്പുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അതായിട്ട് വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് അത് കുറച്ച് നെക്കിൽ കൊടുത്തു കേട്ടോ. പക്ഷേ ആ സമയം എൻ്റെ വിചാരം ഞാൻ വീഡിയോ റെക്കോർഡ് ആക്കുമെന്നായിരുന്നു കേട്ടോ. ഞാൻ പോസ് ചെയ്താണ് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നത്. ഇടയ്ക്ക് പോസ് ചെയ്ത സമയത്ത് എൻ്റെ വിചാരം വീഡിയോ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കാമെന്നും പറഞ്ഞിട്ട് ഞാൻ നെക്കിൽ വർക്കെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നോക്കിയപ്പോഴത്തേക്ക് വീഡിയോ ഓണല്ലായിരുന്നു. നെക്കിൽ ജസ്റ്റ് ഗം തേച്ചിട്ട് കുറേ മിറർ അങ്ങായിട്ട് ഒട്ടിച്ചു കൊടുത്താണ് നെക്ക് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഫൈനലി നമ്മുടെ ടോപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഓൾറെഡി സ്റ്റിച്ചിങ് കഴിഞ്ഞുകൊണ്ട് ആണ് വീഡിയോയ്ക്ക് വലിയ ലെങ്ത് ഇല്ലാത്തത്. സ്റ്റിച്ചിങ് വീഡിയോയും കൂടെ ആയിരുന്നെങ്കിൽ നല്ല ലെങ്തായി പോയാൽ കേട്ടോ. അപ്പോൾ നമുക്കിനി ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടാലോ. അപ്പോൾ ഇതാണ് ഞാൻ വർക്ക് ചെയ്ത് നശിപ്പിച്ച ആ ഒരു ടോപ്പ്. ശരിക്കും പറഞ്ഞാൽ ഈ നെക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഇതൊരെണ്ണം സ്റ്റിച്ച് ചെയ്തെടുത്തത്. അപ്പോൾ ഇനി നല്ലൊരു ക്ലോത്തിൽ അടിപൊളിയായിട്ട് ഈ ഒരു നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഡീറ്റെയിൽഡ് വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ.